ബോൺലെസ് മട്ടൺ റോസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ കുറച്ച് ഉള്ളി എടുത്ത് വാട്ടുക, ബ്രൗണിഷ് കളറാക്കുന്ന രീതിയിൽ ആക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞിടുക. അതും ബ്രൗണിഷ് കളറാകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി കഴിയുമ്പോൾ അത് പാകമായി. ഇനി മട്ടൺ എടുക്കുക. ബോൺലെസ് മട്ടൺ എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് ഉപ്പും കൂടെ ഒഴിക്കുക. ഇനി ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 10-15 മിനിറ്റ് അരപ്പ് പിടിക്കാൻ പാകം വേണ്ടി അവിടെ വയ്ക്കുക. അരപ്പ് മട്ടണിൽ ഏകദേശം പാകമായി പിടിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് വരട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയിലും ഇട്ടിടാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ കുറച്ച് തീ മാത്രം ഇടുക. ഇനി പാത്രത്തിന് പാകമാകുന്ന ഒരടപ്പെടുത്ത് അത് മൂടുക. കുറച്ച് നേരം അടച്ചു വെച്ചേക്കുക. മട്ടണ് ആവശ്യമായുള്ള വെള്ളം ആഡ് ചെയ്യാണ്. ഏകദേശം അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഉപയോഗിക്കാൻ. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വേവുകയുള്ളൂ. നമ്മളിവിടെ പ്രഷർ കുക്കറൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ട്രഡീഷണൽ സ്റ്റൈലിൽ വയ്ക്കുന്നതുകൊണ്ട് അത് ആവശ്യത്തിനുള്ള വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അത് വേവുകയുള്ളൂ. നമുക്ക് പാത്രത്തിൻ്റെ ലിഡ് വീണ്ടും എടുത്തൊന്ന് അടയ്ക്കാം. ഇനി മട്ടൻ്റെ അടപ്പൊന്ന് മാറ്റുക. എല്ലാം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വെട്ടിച്ചെടുക്കാം. മട്ടൺ റോസ്റ്റ് ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മട്ടൺ റോസ്റ്റ് ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മട്ടൺ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ട്രഡീഷണൽ ബോൺലെസ് മട്ടൺ റോസ്റ്റ്. ട്രഡീഷണൽ ബോൺലെസ് മട്ടൺ റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്.